hello, these leaders were out of station, they couldn't come there. We have implemented all our programs there in Wayanad. Today in the cabinet, I appreciated Revenue Minister Anil Kumar and Agriculture Minister T. Siddiq for the work they have done. നമുക്കറിയാലോ, സാധാരണ ഇത്രയും ദുരന്തങ്ങളുണ്ടായ ബോഡി പോലും 2 ദിവസം കഴിയുമ്പോൾ തെരച്ചിൽ കഴിഞ്ഞ് അവസാനിപ്പിക്കും. ഇത് 8 പേരുടെ ബോഡി റിക്കവറി ചെയ്തു. അവരുടെ ബന്ധുക്കൾ സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ളവരാണ്. അവരിവിടെ വന്ന് അവരെ പ്രത്യേകമായി താമസിപ്പിച്ചു. ഞാൻ അവരെ പോയി കണ്ട് ആശ്വസിപ്പിച്ചു. അവർ ബോഡി തിരിച്ചു കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ഭംഗിയായിട്ട് ഏർപ്പെടുത്തി. അവിടുത്തെ റീഹാബിലിറ്റേഷൻ, പുനരധിവാസം ഭംഗിയായിട്ട് ചെയ്തു. അപകട മേഖലയിൽ നിന്ന് ആളുകളെ മുഴുവൻ ഷിഫ്റ്റ് ചെയ്തു, അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള ആളുകളിൽ നിന്ന്. കമ്പനിയുമായി, ഈ കൊങ്കൺ റെയിൽവേയുമായും അവരുടെ സബ് കോൺട്രാക്ടറായ ദിലീപ് കോൺ കമ്പനിയുമായും നമ്മുടെ മന്ത്രിമാർ ചർച്ച ചെയ്ത് ഗവൺമെൻറ് കൊടുത്ത നഷ്ടപരിഹാരം കൂടാതെ അതിനേക്കാൾ കൂടിയ നഷ്ടപരിഹാരം കമ്പനിയെ കൊണ്ട് കൊടുപ്പിക്കാൻ ധാരണയാക്കി. അവരുടെ ഇൻഷുറൻസ് അടക്കമുള്ള തുകകൾ അവർക്ക് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. അവരുടെ ബോഡി എംബാം ചെയ്ത് കൊച്ചിയിലെത്തിച്ച് പ്രത്യേക വിമാനത്തിൽ അവരുടെ നാട്ടിൽ എത്തിച്ചു. മുഴുവൻ നടപടിക്രമങ്ങളും വളരെ ഭംഗിയാക്കി ഗവൺമെൻറ് 2 മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് പൂർത്തിയാക്കി. ആറന്മുള വിമാനത്താവളത്തെക്കുറിച്ച് സർക്കാർ ആലോചിച്ചിട്ട് പോലുമില്ല. How can he say that when I am going for Mookambika temple, it is my personal right? I have a constitutional right to believe in the God. How can he say that that is soft Hindutva? I have been going to Mookambika for the last 37 years, from 90 onwards. I am a devotee of Kollur Mookambika. I am a devotee of Kollur Mookambika. I am very happy to say that. For the last 37 years I have been visiting there for darshan. ഞാൻ മുഖ്യമന്ത്രി ആയിക്കൊണ്ട് പോകായിരുന്ന മോശമല്ലേ? ഇവരെ ഏത് ലോകത്തേക്കാണ് പോകണത്? ക്ഷേത്രങ്ങളിൽ പോകുന്നത്, ആരാധിക്കാൻ പോകുന്ന എല്ലാവരെയും അപമാനിക്കുമല്ലേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തത് ആണോ? നിങ്ങളെല്ലാവരും പോകുന്നവരല്ലേ? ഇത് ഇവിടെ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം ഞായറാഴ്ച പള്ളിയിൽ പോകുന്നവരും ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളുകളും വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് പോകുന്ന ആളുകളും അല്ലേ? അത് പോകാൻ പാടില്ലേ? അതൊക്കെ ഞാൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഞാൻ ആളുകളെ ഇനിയില്ല, ഞാനൊരിടത്തും പോവില്ല എന്ന് പറയാമോ? ഇതൊക്കെ ഇവർക്കൊന്നും പറയാനില്ല. സ്വന്തം പാർട്ടിയിലെ സ്ഥിതി അവർക്കറിയാം. നമ്മൾ എംപവേർഡ് കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. നടപടിക്രമം അനുസരിച്ച് ഒരു എംപവേർഡ് കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ ഒരു താല്പര്യവും ഹനിക്കുന്ന ഒരു തീരുമാനവും ഈ ഗവൺമെൻറ് എടുക്കില്ല. സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള തീരുമാനമേ വരുള്ളൂ. ധൃതി പിടിക്കേണ്ട ഒരു ആവശ്യമില്ല ഈ കാര്യത്തിൽ. കാരണം ഇതിനകത്ത് 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന് സെക്യൂരിറ്റി ആസ്പെക്റ്റ് ഉണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അറിയിക്കേണ്ടത്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തീരുമാനം നമുക്ക് എടുത്ത് ചെയ്യാം. ഇനി ഇവർ വലിയ ഡീലാണ് മറ്റാണെന്നൊക്കെ ഇങ്ങനെ പറയുവാനുള്ള നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഒരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് അറിയാമോ? ഇവർ ചെയ്ത പരിപാടി അറിയാമോ? 2019 ഇത് തീർക്കേണ്ടിയിരുന്നത്. കരാർ കൺസെഷൻ എഗ്രിമെൻ്റ് അനുസരിച്ച് തീർന്നില്ലെങ്കിൽ 2024 തീരുള്ളൂ. ഇവർ കൺസെഷൻ എഗ്രിമെൻറ്റിൽ അമെൻമെൻറ്റ് വരുത്തി. ആര്? പിണറായി സർക്കാർ 5 വർഷം കൂടി നീട്ടിക്കൊടുത്തു. 5 വർഷം നീട്ടിക്കൊടുക്കുമ്പോൾ 40 വർഷം ഇത് നടപ്പാക്കാനുള്ള അവകാശം 45 വർഷമാക്കി കൊടുക്കുകയാണ് ചെയ്തത്. 40 എന്നുള്ളത് 45ആയി. ഈ കൺസെഷൻ എഗ്രിമെൻറ്റിൽ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. ഇവർ വൈകിയാൽ ഒരു ദിവസം ഇവർ 12 ലക്ഷം കൊടുക്കണമെന്ന്.
12 ലക്ഷം 5 കൊല്ലം വൈകിയപ്പോൾ അവർ കൊടുക്കേണ്ട സർക്കാരിന് പെനാൽറ്റി, പീനൽ പ്രൊവിഷനാണ്, കൊടുക്കേണ്ട തുക 219 കോടിയാണ്. ഒറ്റ പൈസ ഇതെല്ലാം ഒഴിവാക്കി കൊടുത്തവർ. 2 ഘട്ടമായി എല്ലാം ഒഴിവാക്കി കൊടുത്തു. അതെന്ത് ഡീലായിരുന്നു? 219 കോടി രൂപ അദാനി പോർട്ട് ഗവൺമെൻറ്റിന് നഷ്ടപരിഹാരം, ഈ പീനലായിട്ട് ഈ വൈകിയതിന് ഒരു ദിവസം 12 ലക്ഷം രൂപ വെച്ച് 5 കൊല്ലം 1825 ദിവസം ഇൻറ്റു 12 ലക്ഷം ഒന്ന് കൂട്ടിയേ കാൽക്കുലേറ്ററിൽ. 219 കോടി രൂപ. ഞാൻ കാൽക്കുലേറ്ററിൽ നോക്കിയതാണ്. 219 കോടി രൂപ അത് കൊടുക്കണമായിരുന്നു. എന്ത് പ്രളയം, കോവിഡ്? നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ്. പ്രളയം കോവിഡ് എത്ര നാളുണ്ടായിരുന്നു? അല്ല, പ്രളയം കോവിഡ് എത്ര നാളുണ്ടായിരുന്നു? അല്ലല്ല ഞാൻ പറയണേ, ഇവർ ചോദിച്ചതിന് ഞാൻ മറുപടി പറയട്ടെ. പ്രളയവും കോവിഡും എത്ര നാളുണ്ടായിരുന്നു? ഒരു മാസം പ്രളയം, വേണമെങ്കിൽ ഒരു 4 മാസം കോവിഡ്, ആയിക്കോട്ടെ 5 മാസമല്ലേ. 5 കൊല്ലത്തേക്കുള്ള ഇളവാണ് കൊടുത്തത്. 5 വർഷത്തേക്ക്. ന്യായീകരിക്കല്ലേ? 5 വർഷത്തേക്ക് 219 കോടി രൂപ. അത് കുറച്ചാൽ മതിയായിരുന്നു. 150 കോടിയാക്കിയാൽ മതിയായിരുന്നു. ആ കോവിഡിൻ്റെ കാലവും മറ്റത് ഒഴിവാക്കിയാൽ മതിയായിരുന്നു. അവർക്ക് ഒഴിവാക്കി കൊടുക്കുകയാണ്. എന്നിട്ടൊരു 43 കോടി രൂപ പിന്നെ കൊടുക്കണം, 43 കോടി രൂപ പിന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. അതും കൊടുത്തില്ല, അതും അവർ തന്നില്ല. അതും ആൾക്ക് വയബിലിറ്റി ഫണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. അല്ല, ആരാണ് ഡീല്? ഇപ്പം ഇവരെ ഡീലിനെ കുറിച്ച് പറയണേ. ഈ ഡീല് നടത്തിയ പരിചയം കൊണ്ടാണോ ബാക്കിയുള്ളവരെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഇവർ വന്നിരിക്കുന്നത്? അല്ല, ഇതിനൊക്കെ മറുപടി പറയണമല്ലോ. എന്തിനാണ് കൺസെഷൻ എഗ്രിമെൻറ്റിൽ ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ, ഒന്നും ചെയ്യാതെ നിങ്ങളെ കൂടി ആഘോഷിക്കല്ലേ, വിഴിഞ്ഞത്ത് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ആഘോഷിക്കല്ലായിരുന്നാ? കുറേ ദിവസം ആഘോഷിക്കുക. ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ, ഒരു നടപടിയും ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ലല്ലോ. അതല്ലേ അവിടെ ചോദിച്ചത്. എന്ത് തീരുമാനം എടുക്കും? തീരുമാനം എംപവേർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരും. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റ്, സ്റ്റേറ്റിന് ഏതാണ് ഇൻട്രസ്റ്റ് അത് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള തീരുമാനം എടുക്കും. TIL അല്ല, അതല്ലേ എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കുകയല്ല. എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കും. തന്ത്രപ്രധാനമായ കാര്യങ്ങളും സെക്യൂരിറ്റി കാര്യങ്ങളും പരിശോധിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസും മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗാണ് അത് പരിശോധിക്കേണ്ടത്. നമ്മൾ സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് കൺസെഷൻ എഗ്രിമെൻറ്റ് വായിക്കാതെയാണ് ആരോപണം ഉന്നയിച്ചത്. അല്ല, പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ്. നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചു? എന്താ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇവിടെ കുത്തക വരും. ആരുടെ? MSCയുടെ കുത്തക വരും. അവിടെ കുത്തക വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ ആ കൺസെഷൻ എഗ്രിമെൻറ്റിലുണ്ട്. 5(8) ഉണ്ട്. ഇവിടെ കോമൺ യൂസർ ഫെസിലിറ്റി വേണം, മോണോപ്പൊളി പാടില്ല എന്നാണ്. കോമൺ യൂസർ ഫെസിലിറ്റി വേണം. നമ്മുടെ കൺസെഷൻ എഗ്രിമെൻറ്റിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്ലോസ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റേറ്റിൻ്റെ താല്പര്യത്തിന് വിഘാതം എന്തെങ്കിലും ഉണ്ടോ, നമ്മളിതിന് അനുമതി കൊടുത്താൽ ഒന്ന് പരിശോധിച്ച് കൃത്യമായി പരിശോധിച്ചിട്ടേ തീരുമാനം എടുക്കുകയുള്ളൂ. പിന്നെ ഞങ്ങൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ എടുക്കാൻ പോണ തീരുമാനം ഇതായിരിക്കും, ഞങ്ങൾ ഇങ്ങനെയായിരിക്കും എടുക്കാൻ പോകണമെന്നൊക്കെ നിങ്ങൾ ഊഹത്തിൽ വാർത്ത കൊടുത്തു. അതാണ് അജിത് കുമാറിൻ്റെ കേസിൽ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്ത. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഒരു റൈറ്റ് ഉണ്ട്, മനസ്സിലായ? നിങ്ങൾ റിപ്പോർട്ടർമാരോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ ഇക്കാര്യത്തിൽ എല്ലാ തീരുമാനം ഞങ്ങളെല്ലാം ഞങ്ങൾ എടുക്കുന്ന തീരുമാനം തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, ശരിയാണെങ്കിലും പറയുമല്ലോ നിങ്ങൾ തെറ്റാണെന്ന്. അതൊക്കെ പറഞ്ഞു, അതൊക്കെ നിങ്ങളുടെ അവകാശം. തീരുമാനം ഇതാണ് സർക്കാർ എടുക്കാൻ പോകുന്നത്, ഇങ്ങനെ തീരുമാനം എടുക്കാം സർക്കാർ പോവുകയാണെന്നൊന്നും നിങ്ങൾ പറയല്ലേ. അതിനുള്ള അവകാശമെങ്കിലും ഞങ്ങൾക്ക് ദയവ് ചെയ്ത്